ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു നാടൻ കടിയാണ്. വെട്ട് കേക്ക്. നമ്മുടെ ചായക്കടകളിലൊക്കെ കണ്ണാടി അലമാരിയിൽ കാണുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര, അതിലേക്ക് ഒരു 6-7 ഏലക്ക ഇട്ട് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിനി നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് ഞാനൊരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ നമ്മുടെ വെട്ട് കേക്കിന് നല്ല കളർ കിട്ടും. അപ്പം ഞാനിത് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലവണ്ണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രൈ ഇൻഗ്രീഡിയൻസിനുള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു എക്സ്ട്രാ 1/2 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. അല്പം പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടച്ച ഒരു 2-3 മണിക്കൂർ ഇങ്ങനെ വെച്ചേക്കണം. അപ്പോൾ നമ്മുടെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വെട്ട് കേക്കിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. മാവ് നല്ല കട്ടിയാണേ. ലേശം മൈദ വിതറി കൊടുക്കാൻ. ഇത് ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നെ ഒട്ടിപ്പിടിക്കത്തില്ല. ഇനി ഞാൻ ഇതിനെ കഷ്ണമായിട്ട് മുറിച്ചെടുക്കാൻ പോവാണേ. ഇനി വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ 2ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിനെ എണ്ണയിൽ വറുത്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോന്നോരോന്നായിട്ട് വെട്ട് കേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് മീഡിയം ഫ്ലെയിമിലാണ് വറുത്തെടുക്കുന്നത്. നമ്മുടെ നാടൻ വെട്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്